ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ച് ഡേറ്റ പറയുന്നത് 50% മ്യൂച്വൽ ഫണ്ട് SIP ചെയ്യുന്ന ആളുകളും 2 വർഷത്തിനുള്ളിൽ നിർത്തുന്നു എന്നും 20% ആളുകൾ മാത്രമാണ് 5 വർഷത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്യണമെന്നുള്ളതും. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് SIP എന്ന് പറയുന്നത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റും മെത്തേഡും ആണോ? തീർച്ചയായിട്ടും ആണ്. പക്ഷേ ഇങ്ങനെ നിർത്തുക തുടങ്ങുക ഇങ്ങനെ ചെയ്തത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടം വരാനും സാധ്യതയുണ്ട്. എൻ്റെ ക്ലയൻസിന്റെ ഡേറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ ലോങ് ടേമിൽ നോക്കുമ്പോൾ ഏറ്റവും നല്ല റിട്ടേൺസ് ഉണ്ടാക്കിയ ആളുകൾ ആരാണെന്ന് നോക്കുകയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് SIP ചെയ്തു പോയവരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പൊ ഇവര് ചെയ്തത് എന്താണ്, അല്ലെങ്കിൽ ചെയ്യാതിരുന്നത് എന്താണ്? കൂടെ മാർക്കറ്റിനെ ഫോളോ ചെയ്ത് അതിന് വേണ്ടിയിട്ട് തീരുമാനങ്ങൾ മാറ്റി കളിക്കാതെ കൺസിസ്റ്റന്റ് ആയിട്ട് പേഷ്യന്റ് ആയിട്ട് ഇരുന്നു എന്നുള്ളതാണ് അവർ ചെയ്തത്. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ടിപ്പ് പറയട്ടെ. നമുക്ക് എപ്പോഴും എമർജൻസി ഫണ്ടും ഷോർട്ട് ടേം ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉള്ള ഒരു ഫണ്ടും മാറ്റി വെച്ചതിന് ശേഷം മാത്രം ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പൊ ഷോർട്ട് ടേം ഫണ്ട് ഇല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് നിൽക്കില്ല. അപ്പോൾ ഇതുണ്ടെങ്കിലേ നമുക്ക് നല്ല പേഷ്യന്റ് ആയിട്ട് ക്ഷമയോടെ കാത്തിരിക്കാൻ നമുക്ക് പറ്റുള്ളൂ.